നിങ്ങളെന്താ ഇവിടെ? വാർഡൻ ചോദിച്ചു. അത് മേഡം, ഹോസ്റ്റലിൽ എന്തോ പ്രശ്നമുണ്ടായെന്ന് ആന വിളിച്ചു പറഞ്ഞു. ആദി പറഞ്ഞു. വാർഡനൊന്ന് മൂളി. ശരിക്കും എന്താ മേഡം ഉണ്ടായത്? അറിയില്ല വിഷ്ണു. അവന് പറഞ്ഞത് ആരോ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചെന്നാണ്. ഞാനിപ്പോൾ സെക്യൂരിറ്റിയെ വിളിച്ചിരുന്നു. അവിടെ ആരെയും കണ്ടില്ലെന്നാണ് അയാൾ പറഞ്ഞത്. ഐ തിങ്ക് ഏതേലും കള്ളനാവും. ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാർഡൻ പറഞ്ഞു. അവർക്ക് വലിയ പരിക്കെന്തെങ്കിലും? ഗൗരിയുടെ കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്. അവനയുടെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ കുട്ടി നന്നായി പേടിച്ചു. വാർഡൻ പറഞ്ഞു നിർത്തിയതും ഡ്യൂട്ടി ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ, അവർക്ക് നത്തിങ് ടു വെറി. ഒരാളുടെ കൈ നന്നായി മുറിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ചുണ്ട്. മറ്റേയാൾക്ക് നെറ്റിയിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ. ബട്ട് ആൾ നന്നായി പേടിച്ചതുകൊണ്ട് BP വേരിയേഷൻ ഉണ്ട്. കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, ഞങ്ങളൊന്ന് കണ്ടോട്ടെ ഡോക്ടർ? ഷുവർ. അത് പറഞ്ഞ് ഡോക്ടർ പോയതും ആദ്യം വിച്ചുവും വാർഡനും കൂടി അകത്തേക്ക് കയറി. വിച്ചുവിനെ കണ്ടതും ബെഡിലിരുന്നാനും അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ആദി ഗൗരിയെ നോക്കിയെങ്കിലും അവളുടെ ദൃഷ്ടി വേറെങ്ങോ ആയിരുന്നു. അവൾ ഒരിക്കൽ പോലും ആദിയെ ഒന്ന് നോക്കിയില്ല. അവളുടെ മുഖത്ത് വേദനയോ പേടിയോ ആയിരുന്നില്ല അവനെ കാണാൻ കഴിഞ്ഞത്. അനു അപ്പോഴും നിർത്താതെ കരയുമായിരുന്നു. അനു, കരയില്ലടാ. ഒന്നും പറ്റിയില്ലല്ലോ. നല്ല മോളല്ലേ, കരയില്ലടാ. ഞാൻ അടുത്തുണ്ടല്ലോ. വിച്ചു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് രണ്ടുപേർക്കും? വേദന ഉണ്ടോ? വാർഡന്റെ ശബ്ദം കേട്ടതും അനു വിച്ചുവിൽ നിന്ന് അകന്നു മാറി. വാർഡനെ നോക്കി ഒരു ചമ്മിയെ ചിരി ചിരിച്ചു. വാർഡൻ അവരെ രണ്ടുപേരെയും നോക്കി തലകുനിക്ക് ചിരിച്ചു. ശരിക്കും എന്താ അനു ഉണ്ടായത്? അറിയില്ല ആദിയേട്ടാ. ഞങ്ങൾ രണ്ടും റൂമിന് പുറത്തുനിന്ന് സംസാരിക്കുമായിരുന്നു. പെട്ടെന്ന് എൻ്റെ പിന്നിൽ നിന്നും ആരോ കത്തിയോങ്ങി. ഗൗരി കണ്ടുകൊണ്ട് അവൾ എന്നെ പിടിച്ചു തള്ളി ആ കത്തി തടഞ്ഞു. അങ്ങനെ അവളുടെ കൈമുറിഞ്ഞ്. ഞങ്ങൾ ബഹളം വെച്ച് എല്ലാവരും വന്നപ്പോൾ അയാൾ ഓടി രക്ഷപ്പെട്ടു. അനു പേടിയോടെ പറഞ്ഞത് കേട്ട് ആദി ഗൗരിയെ നോക്കി. അവളുടെ കയ്യിലെ മുറിവ് കണ്ട് അവൻ്റെ നെഞ്ചു പിടഞ്ഞു. എങ്കിലും അവളുടെ മുഖത്തെ ഭാവം എന്തെന്ന് അവന് മനസ്സിലായില്ല. എന്നാലും കൊല്ലാനും മാത്രം ആർക്കാ എന്നോട് ഇത്ര ശത്രുത? അനു പേടിയോടെ വിച്ചുവിൻ്റെ കൈമുറുക്കെ പിടിച്ചു. ഇല്ലനു, വന്നവന് നിന്നോടല്ല, എന്നോടാണ് ശത്രുത. ഗൗരി മനസ്സിൽ ഉരുവിട്ടു. കൊല്ലാനൊന്നുമല്ല, അത് ഏതേലും കള്ളനാവും. വിച്ചു അനുവിനെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. ഗൗരിയുടെയും അനുവിൻ്റെയും മൊഴിയെടുത്ത് അന്വേഷിക്കാമെന്ന് പറഞ്ഞവർ പോയി. കള്ളൻ തന്നെയാവുമെന്നായിരുന്നു അവരുടെ എല്ലാം പ്രാഥമിക നിഗമനം. കുറച്ചു കഴിഞ്ഞ് ആദിയുടെ കാറിൽ തന്നെ അവരെ ഹോസ്റ്റൽ ഡ്രോപ്പ് ചെയ്തു. യാത്ര പറഞ്ഞു മടങ്ങുമ്പോൾ പോലും ഗൗരി ഒന്ന് നോക്കുക പോലും ചെയ്തില്ലെന്നത് ആദിയെ അത്ഭുതപ്പെടുത്തി. പിറ്റേന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അനുവും ഗൗരിയും മാനും കോളേജിലേക്ക് പോയി. കോളേജിലെത്തിയപ്പോഴും ഗൗരി ആദിയെ മനഃപൂർവ്വം അവഗണിച്ചു. മറ്റുള്ളവരോട് മിണ്ടുമെങ്കിലും അവനെ അവൾ നോട്ടം കൊണ്ട് പോലും കടാക്ഷിച്ചില്ല. അവളുടെ ആ മാറ്റം എന്തുകൊണ്ടാണെന്ന് പോലും അവന് മനസ്സിലായില്ല. അവൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴും അവൾ ഒഴിഞ്ഞു മാറി. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കോളേജിലെത്തിയാൽ ഗൗരി കൂടുതൽ സമയം ക്ലാസ്സിലും ലൈബ്രറിയിലും ഒതുങ്ങി. അവളുടെ പെട്ടെന്നുള്ള മാറ്റം എല്ലാവരിലും സംശയമുണ്ടാക്കി. എന്നാൽ ഗൗരി മനഃപൂർവ്വം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒറ്റയ്ക്കിരുന്ന് അവൾ ഓരോന്ന് കണക്ക് കൂട്ടി. രാത്രിയിലെ സഞ്ചാരങ്ങൾ തുടർന്നു. ആദിയെ കാണുമെന്ന് കരുതി അവൾ അച്ഛനെ കാണാൻ പോകുന്നത് ഒഴിവാക്കി. ഫോണിലൂടെ മാത്രം അച്ഛനുമായി സംസാരിച്ചു. അവളുടെ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണങ്ങൾ വ്യക്തമായതിനാൽ അച്ഛൻ അവളെ തടഞ്ഞതുമില്ല. എങ്കിലും ആദിയുടെ വിഷമം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. ഗൗരി അവളുടെ ലക്ഷ്യപൂർത്തിയാക്കി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ സഹായികൾ കൃത്യമായി ഓരോ വിവരങ്ങളും അവളെ അറിയിച്ചുകൊണ്ടിരുന്നു. ഗൗരിയുടെ മൗനവും അവഗണനയും ആദിയെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചിരുന്നു. ഒരേ സമയം ദേഷ്യവും അതിനേക്കാളുപരി അവളുടെ അവഗണന അവൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നതായിരുന്നു. അവൾ ഒഴിഞ്ഞു മാറുമ്പോഴും അവൾ അറിയാതെ അവൻ അവളെ പിന്തുടർന്നു. അങ്ങനെ ഒരു ദിവസം ലഞ്ച് കഴിഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും ഒഴിവായി ലൈബ്രറിയിലേക്ക് പോകുമായിരുന്നു ഗൗരി. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് പതിയെ മാറി നിന്നു. ഹലോ, എന്താ ഈ സമയത്ത്? എന്ത് ഇപ്പോഴോ? എന്തു പറ്റി? ഇവിടെയോ? ഓക്കെ അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഗൗരി ഫോൺ കട്ട് ചെയ്ത് ചുറ്റും നോക്കിയ ശേഷം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. കോളേജ് ഗേറ്റ് ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ അവളെ തിരക്കി വന്ന ആദി ഗൗരി ഗേറ്റിനടുത്തേക്ക് പോകുന്നത് കണ്ട് ഒരു നിമിഷം നിന്നു. ഇവളിത് ഈ സമയത്ത് എങ്ങോട്ട് പോവുക? മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പതിയെ അവനും അവളുടെ പുറകെ പോയി. ഗേറ്റ് കടന്ന് പുറത്തു വന്ന ആദി ചുറ്റും നോക്കി. കോളേജ് മതിലിനോട് ചേർന്നുള്ള കാഴ്ച കണ്ടതും ആദിയുടെ മുഖം രോക്ഷാകുലമായി.
അവൻ്റെ ഞെരമുകൾ വലിഞ്ഞു മുറുകി. മുഖം ദേഷ്യത്താൽ ചുവന്നു തുടുത്തു. കൈമുഷ്ടി ചുരുട്ടി അവൻ അവിടേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനോട് സംസാരിക്കുകയാണ് ഗൗരി. അവൻ ബൈക്കിൽ ഇരിക്കുവാണ്. അവന് തൊട്ടടുത്തായി നിന്ന് അവനോട് സംസാരിക്കുവാണ് ഗൗരി. ആദിയുടെ ദൃഷ്ടിയിൽ ആദ്യമെത്തിയത് ബൈക്കിൻ്റെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈക്ക് മുകളിലുള്ള ഗൗരിയുടെ കയ്യിലാണ്. ആദിയുടെ ദേഷ്യം 10 മടങ്ങ് വർദ്ധിച്ചു. അവൻ ദേഷ്യം കടിച്ചു പിടിച്ച് അവിടെ നിന്ന് അവരെ നിരീക്ഷിച്ചു. അവർ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും അവരുടെ നിൽപ്പിൽ നിന്നും ഭാവത്തിൽ നിന്നും അവന് മനസ്സിലായി. ഗൗരി ഇത്ര അടുത്തിടപഴകണമെങ്കിൽ അവളുടെ ആരാണവൻ എന്ന ചോദ്യം ആദിയുടെ മനസ്സിലൊരു വടംവലി തന്നെ നടത്തി. ഗൗരിക്ക് സഹോദരങ്ങളില്ലെന്നും അവർക്കിവിടെ ബന്ധുക്കളില്ലെന്നും വിശ്വനാഥൻ പറഞ്ഞ് അവനറിയാമായിരുന്നു. പിന്നെ അവൻ ആര് എന്ന്, അവന് ഗൗരിയുമായി എന്താണ് ബന്ധമെന്നും ആദി ചിന്തിച്ചു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് അത്യാവശ്യമായ ഒരു കാര്യം നിന്നെ അറിയിക്കാനുണ്ടായിരുന്നു. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ഗൗരിയെ നോക്കി ചിരിച്ചു. അവൻ്റെ ആ ചിരിയിൽ നിന്നും ഗൗരിക്ക് കാര്യം മനസ്സിലായി. ആ ചിരി അവളിലേക്കും പടർന്നു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ഓക്കെ, ഞാൻ പോകുക. കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ബായ് എന്ന് പറഞ്ഞ് അവളുടെ തോളിൽ ഒന്ന് തട്ടി അവൻ ഹെൽമെറ്റ് എടുത്ത് വെച്ച് ബൈക്ക് ഓടിച്ചു പോയി. അവൻ പോകുന്നത് നോക്കി ഗൗരി നിന്നു. ഇതെല്ലാം കണ്ടു നിന്ന ആദിയുടെ കണ്ണിൽ ദേഷ്യം ആളിക്കത്തി. അവൻ അവളുടെ തോളിൽ കൂടി സ്പർശിച്ചത് കണ്ടതും അവൻ്റെ ക്ഷമ നശിച്ചിരുന്നു. അവൻ പോയി കഴിഞ്ഞതും ഗൗരി അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അവനെ വീണ്ടും തളർത്തി. ഗൗരിയുടെ പെട്ടെന്നുള്ള അവഗണനയും ഇപ്പോൾ കണ്ട കാഴ്ചയുമെല്ലാം അവൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാക്കി. ഗൗരി തിരിഞ്ഞതും ആദ്യം അവിടെ നിന്ന് അവൾ കാണാതെ മാറി നിന്നു. അവൾ തിരിച്ച് കോളേജിലേക്ക് പോകുന്നത് മറഞ്ഞു നിന്ന് ആദ്യം വീക്ഷിച്ചു. അവളുടെ മുഖത്ത് ഇതുവരെ കാണാത്ത സന്തോഷം കണ്ടതും അതിനു കാരണം തനിക്ക് പകരം മറ്റൊരുവനാണെന്നും അവനെ നൊമ്പരപ്പെടുത്തി. ദേഷ്യത്തോടൊപ്പം തന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവന് വീണ്ടും ക്ലാസ്സിൽ പോകാൻ തോന്നിയില്ല. ബിച്ചുവിനെ വിളിച്ച് ഓഫീസിൽ ഒരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞവൻ ബുള്ളറ്റ് എടുത്ത് എങ്ങോട്ടുന്നില്ലാതെ ഓടിച്ചു പോയി. ഗൗരി അന്നത്തെ ദിവസം വളരെ സന്തോഷവതിയായിരുന്നു. തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൾ. എങ്ങനെയെങ്കിലും രാത്രിയാവാനായി അവൾ കാത്തിരുന്നു. കോളേജ് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തിയ അനുവും ആനും കാണാതെ പുറത്തേക്കിറങ്ങി. അവൾ ഫോണെടുത്ത് അച്ഛനെ വിളിച്ചെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് മറ്റൊരു നമ്പറിലേക്ക് വിളിച്ചെല്ലാം ഒന്നുകൂടെ ഉറപ്പുവരുത്തി. രാത്രി കാണണമെന്ന് പറഞ്ഞ് അവൾ കോള് കട്ടാക്കി. രാത്രി ഫുഡ് കഴിച്ച് അനുവും ആനും ഉറങ്ങുന്നത് വരെ അവൾ ഉറക്കം നടിച്ച് കാത്തിരുന്നു. അവർ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൾ ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ജാക്കറ്റ് എടുത്തിട്ട് ഫോണും എടുത്ത് അവൾ റൂമിന് പുറത്തെത്തി. ഫോൺ വെട്ടത്തിൽ സെക്യൂരിറ്റി കാണാതെ മതിലിനടുത്തെത്തി അവൾ മതിൽ ചാടി പുറത്തേക്കിറങ്ങി. ഇന്ന് വണ്ടിയോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവൾ ഓടിച്ചെന്ന് ബൈക്കിൽ കയറി. അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. ഒരു വലിയ ഗോഡൌണിന് മുന്നിലാണ് വണ്ടി നിന്നത്. ഗൗരിയുടെ കൂടെയുള്ള ആളും വണ്ടിയിൽ നിന്നിറങ്ങി. ചുറ്റുപാടും നിരീക്ഷിച്ചുകൊണ്ട് അവൾ ഗോഡൌണിന് ഉള്ളിലേക്ക് കടന്നു. ഗോഡൌണിന് ഫ്രണ്ടിൽ തന്നെ 2 ഗുണ്ടകൾ കാവലുണ്ടായിരുന്നു. അവർ കാണാതെ ഗൗരിയും കൂടെയുള്ള ആളും സൈഡിലൂടെ പോയി. സൈഡിൽ ഒരു ജനലിനടുത്തെത്തിയപ്പോൾ അവർ ശബ്ദമുണ്ടാക്കാതെ അത് തുറക്കാൻ ശ്രമിച്ചു. അവരുടെ ഭാഗ്യം കൊണ്ടത് തുറന്നു. ജനലിനുള്ളിലൂടെ അകത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് അവൾ ദൃഷ്ടി പായിച്ചു. ചുറ്റുമുള്ള ഗുണ്ടകൾക്ക് നടുവിലായി നിൽക്കുന്ന തൻ്റെ ശത്രുവിനെ കണ്ടതും ഗൗരിയുടെ ഉള്ളിൽ ഗൂഢമായൊരു ചിരി വിരിഞ്ഞു. അവൾ അയാളെ തന്നെ രൂക്ഷമായി നോക്കി. അവനെ കാണുന്ന ഓരോ നിമിഷവും അവളുടെ കണ്ണിൽ പക ആളിക്കത്തി. തൻ്റെ കൂട്ടാളികളെ നോക്കി ഓരോന്ന് പറഞ്ഞു ചിരിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും അവൾ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും അവൾ ഓർത്തു. അവളുടെ പ്രിയപ്പെട്ട പലതിനെയും ഓർത്തു. പക അവളിലേക്ക് ഇരച്ചു കയറി. തൻ്റെ സന്തോഷങ്ങൾ തട്ടിത്തെറിപ്പിച്ച് അവനോടൊരു ദയയോ സഹതാപമോ അവൾക്ക് തോന്നിയില്ല. തോന്നിയത് ഒരേ വികാരം മാത്രം, പക. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ കൂടെയുള്ള ആള് അവളുടെ തോളിൽ കൈയമർത്തി. അവൻ കയ്യിൽ കരുതിയിരുന്ന ഗണ്ണ് അവൾക്ക് നേരെ നീട്ടി. അവൾ ഉടനെ അത് വാങ്ങി. തൻ്റെ മനസ്സിലെല്ലാ പകയും വൈരാഗ്യവും ദേഷ്യവും സങ്കടവും എല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവൾ അവന് നേരെ ഗൺ പോയിന്റ് ചെയ്തു. ട്രിഗർ വലിച്ച് ഷൂട്ട് ചെയ്യാൻ പോയതും അവിടേക്ക് കടന്നു വന്ന വ്യക്തിയെ കണ്ടതും ഒരു നിമിഷം അവൾ നിന്നു. അയാളുടെ രൂപവും ആ കണ്ണുകളും മുന്നേ കണ്ടിട്ടുള്ളതാണെന്ന് അവൾക്ക് തോന്നി. അവൾ ഗൺ താഴ്ത്തി അവർ പറയുന്നത് ശ്രദ്ധിച്ചു. ആ എത്തിയോ? കാത്തിരിക്കുമായിരുന്നു നിന്നെയൊക്കെ തന്നെ ഒരു പണി ഏൽപ്പിക്കണം. ഒരു ചെറിയ ജോലി പോലും നേരാവണ്ണം ചെയ്യാനറിയാത്ത നിന്നെയൊക്കെ ഓരോന്ന് ഏൽപ്പിക്കുന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അയാളെ കണ്ടതും അവന് വിളിച്ചു കൂവുന്നതൊക്കെ ഗൗരി ശ്രദ്ധപൂർവ്വം കേട്ടു. സർ, അത് ആ പെൺപിള്ളേർ ബഹളം വെച്ചതുകൊണ്ട് പറ്റിപ്പോയതാ എന്ന് അയാൾ പറഞ്ഞു കേട്ടതും അന്ന് തന്നെ മനുവിനെ ഉപദ്രവിച്ച ആളാണിതെന്ന് ഗൗരിക്ക് മനസ്സിലായി.
പെട്ടെന്നവൾ സൈലൻ്റ് ആയത് കണ്ട് കൂടെയുള്ള ആൾ അവളോട് കാര്യം തിരക്കി. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആക്രമണത്തെക്കുറിച്ച്? അത് അയാളായിരുന്നു, ഗൗരി പതുക്കെ പറഞ്ഞു. നിനക്കൊക്കെ ഇത് പറഞ്ഞാൽ മതിയല്ലോ, ഉത്തരം പറയേണ്ടത് ഞാനാണല്ലോ. നീയൊക്കെ കാരണം ഞാനല്ലേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. വീണ്ടും അവൻ്റെ ശബ്ദമുയർന്നതും ഗൗരി ശ്രദ്ധ അവരിലേക്കാക്കി. ഇവനിത് ആരുടെ കാര്യമാ പറയുന്നേ? അപ്പോൾ ഇവന് പിന്നിൽ വേറെ ആളുകളുണ്ടോ? ഗൗരി സംശയത്തോടെ അവളുടെ കൂടെയുള്ള ആളിനെ നോക്കി. അവൻ കൈമലർത്തി കാണിച്ചതും അവൻ്റെ കൈത്തട്ടി അവിടെ ഇരുന്ന കമ്പി താഴേക്ക് വീണു. ശബ്ദം കേട്ടതും അകത്തുള്ളവർ അവിടേക്ക് നോക്കി. പിടിക്കടോ അവരെ! ഗുണ്ടകൾ പുറത്തേക്ക് ഓടി. ഗൗരിയും കൂടെയുള്ള ആളും ഉടനെ അവിടെ നിന്നും ഓടി അവരുടെ വണ്ടിയിൽ കയറി. കുറച്ചു ഗുണ്ടകൾ അവരെ ഫോളോ ചെയ്തു. അവൻ മാക്സിമം വേഗത്തിൽ ബൈക്ക് ഓടിച്ചു. ഒരു കുറുക്ക് വഴിയിലൂടെ കയറി വേറൊരു റോഡിലേക്ക് കയറിയതും എതിരെ വന്ന ബൈക്ക് കണ്ട് അവൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. ബൈക്കിലുള്ള ആളിനെ അവന് മനസ്സിലാവാതെ അവൻ നോക്കി. അപ്പോഴേക്കും ഗൗരിയുടെ നാവിൽ നിന്നും ആ പേര് പുറത്തു വന്നു. ആദി. ഗൗരി ഞെട്ടലോടെ പറഞ്ഞു. അവളെ അവിടെ ആ സമയത്ത് കണ്ട് അവനും ഞെട്ടിയിരുന്നു. കോളേജിൽ നിന്നിറങ്ങി ഇങ്ങോട്ടൊന്നില്ലാതെ പോയ ആദി അവസാനം അവൻ്റെ ഓഫീസിലേക്ക് തന്നെ എത്തിയിരുന്നു. അവിടെ ഇരുന്ന് സമയം പോയത് അവൻ അറിഞ്ഞിരുന്നില്ല. വീട്ടിൽ നിന്നും വിശ്വനാഥൻ വിളിച്ചപ്പോഴാണ് അവൻ ഓഫീസിൽ നിന്നിറങ്ങിയത്. വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഈ അസമയത്ത് ഗൗരിയെ കണ്ടൊരു നിമിഷം അവൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാവില്ല. അവളുടെ കൂടെയുള്ള ആളിനെ കൂടെ കണ്ടതും അവൻ്റെ ഞെട്ടൽ ദേഷ്യത്തിന് വഴിമാറി. ഉച്ചയ്ക്ക് കോളേജിന് പുറത്ത് ഗൗരിയോടൊപ്പം കണ്ട അതേ ചെറുപ്പക്കാരനായിരുന്നു അത്. അവൻ ബുള്ളറ്റ് നിർത്തി ഇറങ്ങി വന്ന് അവനെ ബൈക്കിൽ നിന്നും പിടിച്ചിറക്കി. അവൻ്റെ കോളറിൽ പിടിച്ച് അവനെ ദേഷ്യത്തിൽ നോക്കി. ആരോടാ നീ? ഇവളുമായിട്ട് ഈ സമയത്ത് എന്താ നിനക്ക് പരിപാടി? ചോദിച്ചത് കേട്ടില്ലേ? പറയാൻ. ആദി അവന് നേരെ ആക്രോശിച്ചു. അവൻ ആദിയുടെ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദിയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതായതും ആദി അവനിട്ടൊന്ന് പൊട്ടിച്ചു. ആദി. ഗൗരിയുടെ ശബ്ദം കേട്ടതും ആദി അവൾക്ക് നേരെ തിരിഞ്ഞു. പറയടി, ആരാ ഇത്? ഈ അസമയത്ത് എവിടെ തെണ്ടി തിരിഞ്ഞു വരുവാ? പറയാൻ. ആദി ദേഷ്യം കൊണ്ട് വിറക്കുവായിരുന്നു. അവൻ്റെ ആ രൂപം കണ്ട് ഗൗരി ഒരു നിമിഷം ഭയന്നു. എങ്കിലും അത് മാറ്റി ഉറച്ച സ്വരത്തിൽ തന്നെ അവന് മറുപടി കൊടുത്തു. എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കും. അത് ചോദിക്കാൻ നീ ആരാ? അതിനുള്ള മറുപടി പറഞ്ഞത് ആദിയുടെ കൈയായിരുന്നു. ഗൗരി ഒരു നിമിഷം അവൻ്റെ അടിയുടെ ആഘാതത്തിൽ പകച്ചുപോയി. നിർത്തടി പുല്ലേ, കുറേ നാളായി ഞാൻ സഹിക്കുന്നു. നീ എന്താ ഈ ആദിദേവനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നിന്റെ പുറകെ നിന്നും വാലാട്ടി വരുന്ന പട്ടിയാണെന്നോ? എന്നെൻ്റെ പൊന്നുമോൾക്ക് തെറ്റി. നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ എൻ്റെ പെണ്ണായി കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെ നിലത്ത് നിർത്താനും എനിക്കറിയാം. അവൻ്റെ ഓരോ വാക്കുകൾക്ക് മുമ്പിലും അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അറിയണം എനിക്ക് ആരെ കൊല്ലാനും നീ ഇറങ്ങി പുറപ്പെട്ടതെന്ന്. ആദിയുടെ വാക്കുകൾ കേട്ടതും ഗൗരി ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞെട്ടണ്ട, എനിക്കറിയാം നീ ആരെയോ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടെന്ന്. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയണം. അത് നീ തന്നെ പറയണം. ആദിയോട് ഇനിയൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പറയാം, എല്ലാം പറയാം, എല്ലാം നീ അറിയണം. ഗൗരി ശാന്തമായി പറഞ്ഞത് കേട്ട് ആദി ഒന്ന് അയഞ്ഞു. ഇവിടെ വെച്ചല്ല, എൻ്റെ കൂടെ വരണം. ഗൗരി ആദിയെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അവൾ വന്ന ബൈക്കിൻ്റെ അടുത്തെത്തി. അബിയേട്ട, വണ്ടിയെടുക്ക്. അവൾ അവളുടെ കൂടെയുള്ള ആളിനെ നോക്കി. അവൻ വണ്ടിയുടെ അടുത്തേക്ക് ചെന്നു. അതിലല്ല, ഇതിൽ. നീ എൻ്റെ കൂടെ വന്നാൽ മതി. ആദി ഗൗരിയോട് അവൻ്റെ ബുള്ളറ്റ് നോക്കി പറഞ്ഞു. ഗൗരി വേറെ നിവൃത്തിയില്ലാതെ അബിയെ ഒന്ന് നോക്കിയിട്ട് ആദിയുടെ ബുള്ളറ്റിൽ പോയി കയറി. ആദിയുടെ മുഖത്തെ പൊസസീവ്നെസ് കണ്ടതും അബി അവനെ നോക്കി ചിരിച്ചു. അത് കണ്ടതും ആദിക്ക് വീണ്ടും ദേഷ്യം വന്നു. അവൻ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നു. അബി ഒരു ചിരിയോടെ വണ്ടിയെടുത്ത് മുന്നേ പോയി. അവന് പിന്നാലെ ആദിയും. ഒരു ചെറിയ വീടിന് മുന്നിലാണ് അബി വണ്ടി നിർത്തിയത്. അവന് പുറകെ തന്നെ ആദിയും വണ്ടി കൊണ്ടുവന്ന് നിർത്തി. ഗൗരി ഇറങ്ങിയതും ഒരു സംശയത്തോടെ ആദിയും ഇറങ്ങി. അബിയും ഗൗരിയും ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അവർക്ക് പിന്നാലെ ആദിയും. അകത്തു കയറി ആദി ചുറ്റും നോക്കി. ഒരു സാധാരണ വീടായിരുന്നു അത്. ആദി. ഗൗരിയുടെ വിളി കേട്ടതും അവൻ അവളിലേക്ക് തിരിഞ്ഞു. എന്നെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ നിനക്കുണ്ടെന്നറിയാം. അതെല്ലാം തീർക്കുന്നതിന് മുന്നേ നീ ഗൗരി ദുർഗ ആരാണെന്നറിയണം. ഗൗരി പതിയെ പറഞ്ഞു തുടങ്ങി.